കൂട്ടുകാരെ, അപ്പം ഞാനിന്ന് ഇത്തിരി പൊങ്കൽ വയ്ക്കാൻ പോവാണ്. മെയിനായിട്ടുള്ളത് വെൺപൊങ്കലാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ശർക്കര പൊങ്കലും ആക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ 1 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് പായസപ്പരിപ്പൂടാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം അത് കഴുകിയെടുത്തു. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് വല്ലാണ്ട് കുഴഞ്ഞ് കിട്ടണമെങ്കിൽ 3-4 വിസിലൊക്കെ അടുപ്പിക്കാം. എനിക്കിത് വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞ് കിട്ടേണ്ട, അതുകൊണ്ടാണ് ഞാൻ 2 വിസിൽ അടുപ്പിച്ച് നിർത്തണത്. രണ്ട് വിസിൽ വന്നു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതിൻ്റെ ഫുൾ വിസിൽ പോകണ വരെ വെയിറ്റ് ചെയ്യാവേ. നമ്മൾ കുക്കറിൻ്റെ വിസിൽ പോയിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് വേണ്ട പാകത്തിന് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വല്ലാണ്ട് ഇത് കുഴഞ്ഞ് കിട്ടണ്ട. കുഴന്ന് ഭയങ്കര കുഴന്ന് അങ്ങനെ ഇച്ചിരി ഇരിക്കണം എന്നുള്ളവർക്ക് വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. എനിക്ക് വേണ്ട കറക്റ്റ് പാകം തന്നെയാണ് ഇത്. കുഴഞ്ഞിട്ടില്ല, അങ്ങനെ അത്യാവശ്യം കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നമ്മുടെ ശർക്കര പൊങ്കലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേ ഒരു കുറച്ച് അതിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഓക്കെ, എന്തോ ഫസ്റ്റ് നമുക്കിനി വെൺപൊങ്കലിലേക്കുള്ള താളിപ്പ് ശരിയാക്കാം. അത് കഴിഞ്ഞിട്ട് ശർക്കര പൊങ്കൽ ശരിയാക്കാവേ. അപ്പോൾ ഇതിനിവിടെ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ കുരുമുളകും, അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുരുകുരുന്ന് നുറുക്കിയത്, പിന്നെ 1/4 സ്പൂണ് കായപ്പൊടി, പിന്നെ അതുപോലെ ഒരു 1/4 സ്പൂണ് ജീരകം, സാദാ ജീരകം. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത്രയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കാണ്. അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പം എല്ലാം നന്നായിട്ട് പാകത്തിന് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നേരെ എടുത്തിട്ട് നമ്മുടെ അരി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നേരെ കൊട്ടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് വെൺപൊങ്കലിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പാറും ചട്നിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് വല്ലാണ്ട് കുഴക്കാണ്ട് ഇങ്ങനെ ഈ ഒരൽപ്പം കട്ടി കൂടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെൺപൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ ശർക്കരപ്പൊങ്കൽ റെഡിയാക്കാം അല്ലേ. ഇതിപ്പോൾ ഞാൻ ആദ്യം മാറ്റി വെച്ച അരിയുടെ മിക്സാണ്. ഇതിലേക്ക് ഞാൻ ശർക്കര പാവ് കാച്ചിയത് അത് നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറഞ്ഞ തീയിൽ വേണം ഇത് വെക്കാനായിട്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടിച്ചതും ചേർത്തിട്ട് വീണ്ടും കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ ഏലക്കയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് പുറത്ത് വന്ന് തുടങ്ങുന്ന നേരത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാണ്. ഇതിപ്പോൾ ഇതിൽ ഞാൻ ഒന്നുമേ വറുത്ത് താളിക്കണില്ല, എല്ലാം അങ്ങനെ തന്നെ ചേർത്താണ്. അതായത് അണ്ടിപ്പരിപ്പിന് ശരി നെയ്യും ശരിയൊന്ന് ചൂടാക്കാണ്ട് തന്നെയാണ് അതെല്ലാം ചെല്ലുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പിന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് അത്യാവശ്യം കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ നേരത്ത് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ശർക്കര പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ 2 റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റിലൊന്ന് പറയുക.